ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഖ്ദു ആലിമൻ ഔ മുതഅല്ലിമൻ വലാ തഖ്ദു ഇൻമഅതൻ ബൈന ദാലിക്. നീ ഒന്നെങ്കിൽ ആലിമാവുക, പണ്ഡിതനാവുക, അതല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാവുക, ഒരു വിദ്യാർത്ഥിയാവുക. അതല്ലാതെ ആരുടെയെങ്കിലും കൂടെ കൂടുന്ന അന്ധമായിട്ട് അയാൾ പറഞ്ഞത് അതേപോലെ പറഞ്ഞു നടക്കുന്ന ഒരാളായിട്ട് ഈ മാറാൻ നിൽക്കരുത്. ഒന്നെങ്കിൽ പഠിച്ച് അല്ലെ ആലിമാവാൻ നോക്കുക, അതിന് സാധിക്കുന്നെങ്കിൽ പഠിക്കുന്ന മേഖലയിൽ ഒരു മുത്തഅല്ലിമായിട്ടെങ്കിലും നിൽക്കുക, വിദ്യാർത്ഥി ആയിട്ടെങ്കിലും നിൽക്കുക. അതല്ലാതെ ഒന്നും പഠിക്കൂല, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് മതി, അതാണ് ഇന്ത്യ വാദം എന്ന നിലക്ക് ആവാൻ നിൽക്കരുത്. എന്നിട്ട് പറയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഒന്നെങ്കിൽ ആലിമാവുക, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക, അല്ലെങ്കിൽ ഇൽമ് കേൾക്കുന്ന ഒരാളെങ്കിലും ആവുക. ഈ കുത്തിരുന്ന് പഠിക്കൊന്നും വേണ്ട, ഇൽമ് കേൾക്കുന്ന ഒരാളെങ്കിലും ആവുക. വലാ തകുൻ റാബിഹ് ഫതഹ്ലിക്. നീ നാലാമതൊന്നാവരുത്. അങ്ങനെ ആയാൽ എന്തായി? പിന്നെ നീ നശിക്കുന്ന, ഫതുഹ്ലിക, നീ നശിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അലൈക്കും ബിൽ ഇൽം ഖബ്ല അൻ യുഖ്ബദ്. ഇൽമ് നീ നേടിക്കൊള്ളുക, അത് എടുക്കപ്പെടുന്നതിന് മുമ്പ്. വഖബ്ദുഹു ദഹാബു അഹ്ലുഹു. ആ ദഹാബു അഹ്ലിഹി, ഈ ഇൽമ് പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമിന്റെ ആളുകൾ നീങ്ങിപ്പോകലാണ്. തഅല്ലമു ഫഇന്ന അഹദകും ലാ യദ്രി മതാ യഹ്താജു ഇലൈഹി. അതുകൊണ്ട് നീ ഇൽമ് പഠിക്കുക. നിനക്കറിയില്ല എപ്പോഴാണ് അത് നിനക്ക് ആവശ്യം വരിക എന്നുള്ളത്, നിനക്ക് എപ്പോഴാണ് അത് ആവശ്യം വരിക എന്നുള്ളത്. അതായത് നമുക്ക് എപ്പോഴാണ് ഇൽമിന്റെ വില മനസ്സിലാവുക എന്നറിയോ? ഇൽമിന്റെ വില മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട സമയം എന്താ അറിയോ? നമുക്കറിയാവുന്ന ഒരു കാര്യം, ദീനിന്റെ ഒരു ഇൽമ് നമുക്കറിയാം, അത് അറിയാത്ത ഒരാള് അത് അറിയാത്തതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, കഷ്ടപ്പെടാൻ വിചാരിക്കുക. അപ്പൊ നമുക്ക് ആ ഇൽമ് അറിയാം, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയാണ്, അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇൽമിന്റെ വില അറിയാം. ഇൽമിന്റെ വില നമുക്ക് മനസ്സിലാവുക അപ്പോഴാണ്. കാരണം നിസ്സാരമായ ഇൽമായിരിക്കും, പക്ഷെ അത് അറിയാത്ത ഒരാളുണ്ടല്ലോ, അവനത് അറിയാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് ആ നിസ്സാരമായ അറിവ് നമുക്കുള്ളതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉത്ലുബുൽ ഇൽമ, നിങ്ങൾ ഇൽമു നേടുക. ഫഇൻ ലം തത്ലുബൂഹു ഫഅഹിബ്ബു അഹ്ലഹു. ഇനി നിങ്ങൾ ഇൽമു നേടുന്നൊന്നുമില്ലെങ്കിൽ ആ ഇൽമിന്റെ ആളുകളെ ഇഷ്ടപ്പെടുക. ഫഇൻ ലം തുഹിബ്ബൂഹും ഫലാ തുബ്ഗിദൂഹും. ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും അവരെ വെറുക്കാൻ നിൽക്കരുത്, ഇൽമിന്റെ ആളുകളെ വെറുക്കാൻ നിൽക്കരുത്. ഒന്ന് ഇൽമു നേടുക, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അതിനൊന്നും കഴിയുന്നില്ല, സാധിക്കുന്നില്ല എന്നാണെങ്കിൽ അവരോടുള്ള ഇഷ്ടം വെച്ച് പുലർത്തുക, അവരെ വെറുക്കാൻ നിൽക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലാ യസാലു الناس بخير ما بقي الاول حتى يتعلم الاخر. ഈ ഒരു ആളുകൾ, ജനങ്ങൾ ഖൈറിലായിക്കൊണ്ടേയിരിക്കും, അതിൽ ഒരു തലമുറ അവരുടെ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്തോളം കാലം, ഇൽമു പറഞ്ഞു കൊടുക്കുന്നിടത്തോളം കാലം. فاذا ذهب الاول قبل ان يتعلم الاخر وذاك حين هلكوا. ഒരു തലമുറ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവർ നശിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ മരിച്ചു പോവുകയാണെങ്കിൽ, അതോടുകൂടി അവരുടെ നാശം തുടങ്ങി, അടുത്ത തലമുറയുടെ നാശം തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ഇൽമു നേടുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? ത്വലബുൽ ഇൽം, ഇൽമു നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു പ്ലാൻ ഈ വിഷയത്തിൽ ഉണ്ടാവണം, ഇൽമു നേടുന്ന വിഷയത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇതുപോലുള്ള ഈ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിലുള്ള ഈ ഒരു സൗകര്യത്തെ ഉപയോഗപ്പെടുത്തുകയും ഏറ്റവും നല്ല രീതിയിൽ അതിനെ കാത്തു സൂക്ഷിക്കുകയും ഇതിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും അയൽവാസികളെയും സുഹൃത്തുക്കളെയും എത്തിക്കുകയും ചെയ്യുക. ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, ഇൽമിന്റെ ഒരു സാഹചര്യവും ചുറ്റുപാടും ഉണ്ടാക്കിയെടുക്കുക. അതില്ലെങ്കിൽ എന്താ നഷ്ടം എന്നറിയോ? നാളെ നമ്മുടെ മക്കൾ ദീനിൽ നിന്ന് പിഴച്ചു പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് വളരെ, ഇപ്പോൾ ഉദാഹരണം ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരു കൃഷിക്കാരൻ, ഒരാൾ കൃഷി നടത്താന്ന് വിചാരിക്കുക, കൃഷി ചെയ്യാണ്. അയാൾ വിത്ത് പാകി, വെള്ളം ഒഴിച്ചു, ബാക്കിയൊക്കെ ചെയ്തു, അതിനാവശ്യമായിട്ട് വിളവ് കൊയ്തു. അതിനെ വേറെ മൃഗങ്ങൾ വന്ന് ബാധിക്കാതിരിക്കാൻ ചുറ്റും വേലി കെട്ടും, അതുപോലെ കാര്യങ്ങൾ നോക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂലേ? എന്തിനു വേണ്ടിയിട്ടാണത്? കാരണം ഇതൊക്കെ ശ്രദ്ധിച്ചാലേ അടുത്ത അവന് അതിൽ നിന്ന് നേട്ടമായിട്ടുള്ള വിളവ് ലഭിക്കുകയുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ
നമ്മുടെ മക്കൾ ദീനിയായ അന്തരീക്ഷത്തിൽ വളർന്നു വരണമെങ്കിൽ, നല്ല രീതിയിൽ മക്കളിൽ നിന്നുള്ള ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് വളരാനുള്ള ചുറ്റുപാട്, അവർക്ക് ബാധിക്കുന്ന ദോഷങ്ങളിൽ നിന്നുള്ള തടസ്സം, അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, മൂല്യങ്ങൾ അതോടെ ഉണ്ടായിരിക്കണം. ആ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ആലോചിച്ച് വേറെ കൃഷിക്കാരനെ ആലോചിച്ച് നോക്കിയും വിത്ത് പാകിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഒന്നും നോക്കണില്ല. അവൻ എങ്ങനെയൊക്കെ വളർന്നോട്ടെ, വേറെ ജന്തുക്കൾ തിന്നാനും വേണ്ടിയില്ല, വളം നോക്കിയാലും വേണ്ടിയില്ല, അതിന് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ അടുത്തൊരു തലമുറ വളരണമെങ്കിൽ അതിനുള്ള സാഹചര്യം വേണം. അതിൽ ഒന്നാമത്തെ കാര്യം ഇൽമു പഠിക്കുന്ന, ശർഈയായ ഇൽമു നേടുന്ന ഒരു സാഹചര്യവും ചുറ്റുപാടും നാം അവിടെ ഉണ്ടാക്കിയിരിക്കണം. അതാണ് ഒന്നാമത്തെ ഗഫ്ലത്തിന് രക്ഷപ്പെടാനുള്ളത്. രണ്ടാമത്തേത്, ഗഫ്ലത്തിന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം അൽ ഇക്സാറു മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, എല്ലാ സൽക്കർമ്മങ്ങളുടെയും ലക്ഷ്യം, ഗായത്ത്, അടിസ്ഥാനം, ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്താനാണ്. അത് വിട്ടുകൊണ്ടൊന്നുമില്ല. ഇതുപോലെ ഇൽമിന്റെ മജ്ലിസുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. അതൊരിക്കലും ഒഴിവാക്കരുത്. ഇപ്പൊ പല ആളുകളും പ്രത്യേകിച്ച് ഈ ഖലീജിൽ, ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്നതാണ്, അവർക്ക് ഏതെങ്കിലും ഒരു ഒഴിവുള്ള ദിവസം ദീനിയായിട്ടുള്ള ഒരു സദസ് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു പല കാരണങ്ങളുണ്ടാവും. ഇനി അതല്ലാത്തൊരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അവർ പറയും വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അവരുടെ കുടുംബം, കുട്ടികൾ, അതുപോലുള്ള കാര്യങ്ങൾ, അത് കാരണം ദീന് പഠിക്കുന്നതിൽ തന്നെ ഒഴിഞ്ഞു പോകുന്ന ആളുകൾ ധാരാളം കാണാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്വാഭാവികമാണ് അവർ അംഗീകരിച്ചു കൊടുക്കേണ്ട വെള്ളിയാഴ്ച ഒഴിവുള്ള ദിവസം, അന്ന് ദീനിയായിട്ടുള്ള സദസ്സ് വെച്ച് കഴിഞ്ഞാൽ അന്ന് കുട്ടികളോടൊപ്പം ചെലവഴിക്കണം. ഇനി വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം വെച്ച് കഴിഞ്ഞാലോ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും. അങ്ങനെ ഓരോ കാരണങ്ങളായി തെറ്റിപ്പോകുന്നത്. അപ്പൊ അങ്ങനെ കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കണം, അല്ലെങ്കിൽ മക്കളോടൊപ്പം ചെലവഴിക്കണം, അതിനൊക്കെ സമയം കൊടുക്കണം. പക്ഷേ ദീനിന്റെ ഇൽമിന്റെ ഒഴിവാക്കിയിട്ട് അതിന് സമയം കൊടുക്കുന്നു, വേറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ദീനിന്റെ ഇൽമിന്റെ സദസ്സിന് കൊടുക്കാൻ സമയമില്ലാത്ത അവസ്ഥ. പ്രത്യേകിച്ചും ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള വലിയൊരു അപകടമാണത്. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരായത്താണ്. അല്ലാഹു തആല ചോദിച്ച് പറയുന്ന ഒരു ആയത്ത് നോക്കൂ. സൂറത്തുൽ മുനാഫിഖൂനിലെ 9-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ലാ തുൽഹികും, നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ, അംവാലുകും, നിങ്ങളുടെ സമ്പത്ത്, വലാ ഔലാദുകും, നിങ്ങളുടെ സന്താനങ്ങൾ, അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട്. നോക്കൂ, തൻ്റെ കച്ചവടത്തിന്റെ തിരക്കാണ്, കുട്ടികളുടെ തിരക്കാണ്, കുടുംബത്തിന്റെ തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് ദീനിയായ സദസ്സുകളും മജ്ലിസുകളും നിസ്കാരവും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളും ഒഴിവാക്കുന്ന ആളുകളോടല്ലാതെ ആരോടാണ് ഈ ചോദ്യം ഉള്ളത്? അതല്ലാതെ ആരോടാണ് ഈ ചോദ്യം? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, തൗഹീദ് ഉൾക്കൊണ്ടവരെ, സുന്നത്ത് പിൻപറ്റുന്നവരെ, എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടവരെ, ലാ തുൽഹിക്കും, നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ, നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ, അംവാലുക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ജോലി, വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അൻ ദിക്രില്ലാഹ്, ജമാഅത്തിന് പള്ളിയിൽ പോകുന്നതിനെ തൊട്ട്, നിസ്കരിക്കുന്നതിനെ തൊട്ട്, ദീനിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിനെ തൊട്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ തൊട്ട്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്നതിനെ തൊട്ട്, അങ്ങനെ ദീനിയായ വിഷയങ്ങളെ തൊട്ട് നിങ്ങളെ ഇവ തെറ്റിക്കാതിരിക്കട്ടെ എന്ന ഈ ആയത്ത് മുഅ്മിനീങ്ങളിൽ നമ്മളോടല്ലെങ്കിൽ പിന്നെ ആരോടാണത്? ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദീനിന്റെ സദസ്സുകൾ പങ്കെടുക്കാൻ ഒരു മടിയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത്. ദിക്റിന്റെ സദസ്സുകൾ, അഥവാ അതിനൊരു എൽമിന്റെ സദസ്സായി പെട്ടു എന്നുള്ള മക്കൾ പറയാറുണ്ട്. അതല്ലാതെ കുറച്ച് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് മസ്ജിദിലോ അല്ലെങ്കിൽ വേറെ എവിടെയിൽ നിന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തിനെ സംബന്ധിച്ച്, വിചാരണയെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തെ സംബന്ധിച്ച്, ഹലാൽ ഹറാമുകളെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. എന്താ അതിന് തടസ്സം? നമുക്ക് കുറച്ച് ഒരുമിച്ച് കൂടിയിട്ട് അങ്ങനെ സംസാരിക്കണോണ്ട് എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല. സ്വഹാബികളുടെ രീതിയാണത്, സലഫുകളുടെ രീതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഇദാ മറർതും ബിരിയാൽ ജന്ന ഫർതഉ, സ്വർഗ്ഗത്തിലെ പൂന്തോപ്പിന്റെ അടുക്കിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, എന്താണ് റസൂലേ സ്വർഗ്ഗത്തിലെ പൂന്തോപ്പ്, ദുനിയാവിൽ എന്താണത്? ഹൽഖുദ് ദിക്ർ, ദിക്റിന്റെ സദസ്സുകളാണ്, ഇൽമിന്റെ സദസ്സുകളാണ്, അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുന്ന സദസ്സുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ.
ഈ വിഷയത്തിൽ സഹോദരങ്ങളെ നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസ് വായിക്കാം. ഒരിക്കലും ദിക്റിന്റെ മജ്ലിസിനെ സംബന്ധിച്ച് ഈ ഹദീസ് നമ്മൾ കേൾക്കാതെ വിട്ടുപോകരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ യതൂഫൂന ഫി തുറുഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില മലക്കുകളുണ്ട്. ഇന്ന ലില്ലാഹി മലായികതൻ യതൂഫൂന ഫി തുറുഖ്. അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, അവർ ഭൂമിയിലുള്ള വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഓരോ മലക്കുകൾക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഈ മലക്കുകൾക്ക് ഇങ്ങനെ ഡ്യൂട്ടി ഉണ്ട്. യൽതമിസൂന അഹ്ല ദിക്ർ. അവർ നോക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ ഉണ്ടോ എന്ന്. ഫൈദാ വജദു ഖൗമൻ യദ്കുറൂന അല്ലാഹ്. അങ്ങനെ അവരിങ്ങനെ തെരഞ്ഞു നോക്കുന്ന സമയത്ത് അവർ കാണുകയാണ് കുറച്ച് ആളുകൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കാണുകയാണ്. തനാദവും അവർ പരസ്പരം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സുബ്ഹാനല്ലാഹ്, നമ്മൾ നല്ല നിയ്യത്തോടു കൂടിയാണെങ്കിൽ ഈ ഒരു സദസ്സ് ദിക്റിന്റെ സദസ്സാണ്, ഇൽമിന്റെ സദസ്സാണ്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സാണ്. അപ്പോൾ ഈ മലക്കുകൾ നമ്മളെ കാണുകയാണെങ്കിൽ അള്ളാഹു തആല അതിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവർ വിളിക്കും, ഹലുമു ഇലാ ഹാജത്തിക്കും. ബാക്കിയുള്ള മലക്കുകൾ, ആ ഉത്തരവാദിത്തത്തിൽ നടക്കുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ വിളിക്കും, ഇത് ഞങ്ങൾ തേടിയിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരിയെന്ന് പറയും, ഇങ്ങോട്ട് വരിയെന്ന് പറയും. ഫയഹഫൂനഹും ബിഅജ്നിഹതിഹിം ഇല സമാഇ ദുനിയ. അവർ ഈ സദസ്സിനെ ചുറ്റി പൊതിഞ്ഞുകൊണ്ട് ഒന്ന് മുകളിലായിട്ട് ആകാശത്തോളം ആ മലക്കുകൾ ഇതിന് ചുറ്റുമായിട്ട് നിൽക്കും. ഫയസ്അലഹും റബ്ബുഹും. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഈ മലക്കുകളോട് അള്ളാഹു ചോദിക്കും. അള്ളാഹുവിനെ അറിയാം, എന്താണ് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അള്ളാഹു ചോദിക്കും, മാ യഖൂലു ഇബാദി. എന്റെ അടിമകൾ അവിടെ എന്താണ് പറഞ്ഞത്, എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യഖൂലൂൻ, മലക്കുകൾ പറയും, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മുദൂനക വയുമജ്ജിദൂനക. അള്ളാഹുവേ, അവർ നിന്നെ തസ്ബീഹ് നടത്തുകയാണ്, നിന്നെ തക്ബീർ നടത്തുകയാണ്, നിന്നെ മഹത്വപ്പെടുത്തുകയാണ്, നിന്നെ സ്തുതിക്കുകയാണ്, നിന്നെ പുകഴ്ത്തുകയാണ് എന്നൊക്കെ പറയും. അപ്പൊ അള്ളാഹു തആല ചോദിക്കും, ഹൽ റഅൗനി. അവരെന്നെ കണ്ടിട്ടുണ്ടോ, അവരെന്നെ കണ്ടിട്ടുണ്ടോ? അപ്പൊ മലക്കുകൾ പറയും, ലാ വല്ലാഹി മാ റഅൗക. ഇല്ല റബ്ബേ, അവർ നിന്നെ കണ്ടിട്ടില്ല. വകൈഫ ലൗ റഅൗനി. എന്നിട്ട് അള്ളാഹു ചോദിക്കും, അവരെന്നെ കണ്ടിരുന്നെങ്കിലോ, അവരെന്നെ കണ്ടിരുന്നെങ്കിലോ? അപ്പോൾ മലക്കുകൾ പറയും, ലൗ റഅൗക കാനൂ അശദ്ദ ലക ഇബാദതൻ വഅശദ്ദ ലക തംജീദൻ വഅക്സറ ലക തസ്ബീഹ. അല്ലാഹ്, നിന്നെ എങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ നിന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ അവർ കഠിനമായി പരിശ്രമിക്കുമായിരുന്നു, നിന്നെ പുകഴ്ത്തുന്നതിലും തസ്ബീഹ് ചെയ്യുന്നതിലും അതിയായി പണിയെടുക്കുമായിരുന്നു. യഖൂൽ, വീണ്ടും അള്ളാഹു ചോദിക്കും, ഫമാ യസ്അലൂനി. അവരെന്നോട് എന്താണ് ചോദിക്കുന്നത്? മലക്കുകൾ പറയും, യസ്അലൂനകൽ ജന്ന. റബ്ബേ, അവർ നിന്നോട് സ്വർഗ്ഗമാണ് ചോദിക്കുന്നത്. യഖൂൽ, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, വഹൽ റഅൗഹ. അവർ ആ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ, സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ലാ വല്ലാഹി യാ റബ്ബി മാ റഅൗഹ. റബ്ബേ, ഇല്ല, അവർ സ്വർഗ്ഗം കണ്ടിട്ടില്ല. അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, ഫകൈഫ ലൗ അന്നഹും റഅൗഹ. അവർ ആ സ്വർഗ്ഗം കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ മലക്കുകൾ പറയും, ലൗ അന്നഹും റഅൗഹ. അവരെങ്ങാനും ആ സ്വർഗ്ഗം കണ്ടാൽ കാനൂ അശദ്ദ അലൈഹാ ഹിർസൻ വഅശദ്ദ ലഹാ ത്വലബൻ വഅഅളമ ഫീഹാ റഗ്ബതൻ. അവർ ആ സ്വർഗത്തിനോട് അങ്ങേയറ്റം ആർത്തിയും താല്പര്യവും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളായി തീരുന്നു പറയും. പിന്നെ അല്ലാഹു തആല ചോദിക്കും, ഫമിമ്മാ യതഅവ്വദൂൻ. എന്തിൽ നിന്നാണ് അവർ രക്ഷ തേടുന്നത്, എന്തിൽ നിന്നാണ് അവർ രക്ഷ തേടുന്നത്? യഖൂലൂൻ, അപ്പോൾ മലക്കുകൾ പറയും, മിനന്നാർ, നരകത്തെ തൊട്ടാണെന്ന് പറയും. യഖൂൽ വഹൽ റഅൗഹ. അല്ലാഹു ചോദിക്കും, അവരാ നരകം കണ്ടിട്ടുണ്ടോ? യഖൂലൂൻ, പറയും, ലാ ലാ വല്ലാഹി മാ റഅൗഹ. ഇല്ല റബ്ബേ, അവർ കണ്ടിട്ടില്ല, അവരാ നരകം കണ്ടിട്ടില്ല. ചോദിക്കും, ഫകൈഫ ലൗ റഅൗഹ. അല്ലാഹു ചോദിക്കും, അവർ നരകം കണ്ടാൽ എങ്ങനെയാകും, നരകം കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? യഖൂലൂൻ, അവർ പറയും, ലൗ റഅൗഹ. മലക്കുകൾ പറയും, ലൗ റഅൗഹ കാനൂ അശദ്ദ മിൻഹാ ഫിറാറൻ വഅശദ്ദ ലഹാ മഖാഫതൻ. അവരെങ്ങാനും നരകം കണ്ടിരുന്നെങ്കിൽ റബ്ബേ, അതിൽ നിന്ന് ഏറ്റവും ഓടി അകലുന്ന ഭയപ്പെട്ടു ഓടുന്ന ആളുകളായിരിക്കും അവർ എന്ന് പറയും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നൊരു വാക്കുണ്ട്, ഫൗഷ്ഹിദുക്കും അന്നീ ഖദ് ഗഫർതു ലഹും. ഇതാ, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുന്നു, ഞാൻ അവർക്കൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു പറയും. സുബ്ഹാനല്ലാഹ്, അവർ ചെയ്യുന്ന പാവങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും. ആ ഒരു സദസ്സിൽ വന്നിരുന്നത് കൊണ്ട് ഫയഖൂലു മലക്കു മിനൽ മലായിക. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്ക് അള്ളാഹുവിനോട് പറയും, ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും. അതിന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അല്ലാഹ്, ഇന്നമാ ജാഅ ലിഹാജത്തിൻ.
അവർ ഈ അള്ളാഹിനെ തസ്ബീഹ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൽമു പഠിക്കാനോ വേറെ എന്തെങ്കിലും കാര്യത്തിനോ ദിക്ർ ചെയ്യാനോ ഒന്നിനു വേണ്ടി വന്നിരുന്നല്ല, വേറെ എന്തിനോ പോയപ്പോൾ കൊണ്ട് വന്നതാണ്. വേറെ എങ്ങോട്ടോ പോണ വഴിക്ക് ഒരാൾ പിടിച്ചുകൊണ്ടതാണ്, അല്ലെങ്കിൽ അവൻ ഒരാവശ്യമില്ലാതെ അവിടെ വന്നിരുന്നതാണ്. അവൻ അതിന്റെ ഉദ്ദേശം ഇല്ല എന്ന് പറയും. അല്ലാഹു തആല പറയും, എന്താ പറയാ, ഹുമുൽ ജുലസാഉ ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരൊക്കെ ഒരുമിച്ചിരുന്നവരാണ്. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രം എന്തില്ല, ഒരു ദൗർഭാഗ്യം വരുന്ന നിരാശപ്പെടുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല. അവനും പുറത്തു കൊടുക്കും പറയും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. അള്ളാഹുവിനെ സ്മരിക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, ഒരുമിച്ച് കൂടുക, ഒരുമിച്ചിരിക്കുക എന്നുള്ളതിന്റെ ശ്രേഷ്ഠതയും ഫദ്ലുമാണ് ഈ ഒരു ഹദീസിലൂടെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ ഇൽമിന്റെ സദസ്സുകളെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു നിയ്യത്ത് വെച്ചാൽ മതി, ഒരു നിയ്യത്ത് വെച്ചാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകണം.